വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പി പി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു ചെറിയ മിനി വ്ളോഗാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ ആ സ്ഥലത്തല്ല, എൻ്റെ അമ്മമ്മയുടെ സ്ഥലത്താണ്, അതായത് എൻ്റെ അമ്മയുടെ സ്ഥലത്ത്. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് പുത്തൂർ എന്നാണ് കേട്ടോ, കൊല്ലം പുത്തൂർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ വരുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പം ഇവിടെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ കുളങ്ങളുണ്ട്, കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. അപ്പം അത് കാണിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ എൻ്റെ കസിൻസിനെ പരിചയപ്പെടുത്താം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ കുഞ്ഞമ്മയുടെ മക്കൾ, അതായത് എൻ്റെ കസിൻസാണ് കേട്ടോ. ഇതാണ് പാർക്കുട്ടി, എൻ്റെ സ്വന്തം അനന്യ. അപ്പം ഇവളാണ് എൻ്റെ കസിൻ എന്ന് പറയുന്നത്. ഇവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രദർ എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ കസിൻ ബ്രദറാണ്. ഹിസ് നെയിം അഭിഷേക് എന്നാണ് കേട്ടോ. അപ്പം ഇവരാണ് എൻ്റെ കസിൻസ്. അപ്പം ഞാൻ ഇന്ന് വീഡിയോ എടുത്തതിൻ്റെ ഒരു കാരണം കൂടെ ഉണ്ട്. ഇവർക്ക് എൻ്റെ വീഡിയോ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് അവരെ പരിചയപ്പെടുത്താൻ കൂടിയാണ് കേട്ടോ ഞാൻ ഇന്നൊരു വീഡിയോ എടുത്തത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വായേ. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ പോയി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഇനി വോയിസ് ഓവർ ചെയ്യുന്നത് എൻ്റെ ചേച്ചിയാണ് കേട്ടോ. ചേച്ചി വീഡിയോയിലൊന്നും വരത്തില്ല, ആൾക്ക് ഭയങ്കര നാണമാണ്. അപ്പം ചേച്ചി വോയിസ് ഓവർ ചെയ്യും കേട്ടോ. അപ്പോൾ അവർ ഞങ്ങളുടെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ കുറച്ച് മല ഏരിയ ആയതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനും ഒക്കെ കുറച്ച് പാടാണ്. അപ്പം എന്തായാലും ഇപ്പം മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ചിരക്കിയൊക്കെ വീഴും. അപ്പം ഇങ്ങോട്ട് പോവുകയാണ്, കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഏരിയ ആണ് കണ്ടോ, കുറേ മലപ്രദേശം അങ്ങനെയൊക്കെയാണ്. അപ്പം അവരിതാ മലയൊക്കെ കയറുവാണ്. ഇവിടെ കൊച്ചു പാറക്കുട്ടിക്ക് കയറാൻ പറ്റത്തുണ്ട്, അവൾ അതിൻ്റെ വിഷമത്തിലായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അവർ മേളിൽ കയറിയിട്ട് ഓരോ ഗോഷ്ഠികളൊക്കെ കാണിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ അങ്ങോട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറേ ഉണ്ട് കാണാൻ. ഞങ്ങളതെല്ലാം കാണിച്ചു തരാം. കണ്ടോ, താഴോട്ടൊക്കെ ഭയങ്കര റബ്ബർ ഏരിയ, റബ്ബർ കാണാൻ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസും കൂടാണ്. ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ തന്നെ ഇവിടെ സൂപ്പറാണ്. ഞങ്ങൾക്ക് കൂടുതലും ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടും ഇഷ്ടം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാനാണ്. കാരണം ഇവിടെ കുറേ കളിക്കാനൊക്കെ ഉണ്ട്. അപ്പം ഇതാ അവരിതാ മല കയറുവാണ് അങ്ങോട്ട്. വേണ്ട, ഒരു മല കയറി ഇത് മേളിൽ പോകണം. സൂപ്പർ, ഇവിടുത്തെ മേളത്തെ വ്യൂ എന്ന് പറയുന്നത് ഞങ്ങൾ വീഡിയോക്കകത്ത് കാണിച്ചു തരാം. സൂപ്പർ. അപ്പം എന്താ അവർ 3 പേരും കൂടെ മല കയറുവാണ്. ഇവിടെ കൊച്ച് പാറക്കുട്ടിക്ക് ഭയങ്കര പേടി കയറാൻ. അവളങ്ങനെ കയറിയിട്ടില്ല. ഞങ്ങളുടെയൊക്കെ ഒരു ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കാമല്ലേ, ഞങ്ങൾക്കിതൊരു ബുദ്ധിമുട്ടേ അല്ല. ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഗൈസ്, ഞാനത് കാണിച്ചു തരാം. കണ്ട ഇതായിരിക്കുന്നു നിങ്ങളുടെ പവിത്ര ഇവിടെ ഇപ്പോൾ ഉണ്ട്. കണ്ട, അനിയന്താ വരുന്നു. അവന് പിന്നെ ഓടിക്കയറിയൊക്കെ ശീലമുണ്ട്. അവൻ താ കയറി വരുന്നു. അനിയത്തെ കൊണ്ടാക്കി. ഇനി ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ജേണി ഇവിടെ തുടങ്ങുകയാണ്. കുറച്ച് തെന്നലൊക്കെ ആയതുകൊണ്ട് കയറാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ സ്ഥലം എന്ന് പറയുന്നത്. അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഇത് പറയുമ്പോൾ ഇതാ, നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കുക, ഇവിടുത്തെ ടവറൊക്കെ കാണാൻ പറ്റും. ഗൈസ്, ഇങ്ങനൊരു വ്യൂ ആണ് ഇവിടെ വരുന്നത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഗൈസ്, ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങ് അവിടെ ഉണ്ട്. ഇതാണ് കേട്ടോ, ഇവിടെ ഒരു ടവർ പോലെ ഉണ്ട് കേട്ടോ. അതാണ് കുറച്ച് ദിവസം മുമ്പേ ഞങ്ങൾ അവിടെ പോയായിരുന്നു. അവിടെ കുറച്ച് ചുള്ളികളൊക്കെ വറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടൊക്കെ പോയി. അവിടെ ഒരു മുയലിൻ്റെ വനം ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാം. ഗൈസ്, ഈ മലകളൊക്കെ കടന്നാണ് ഞങ്ങൾ ഈ മേളിലേക്ക് എത്തിയത് കേട്ടോ. അവിടെ ഒരു വീടുണ്ട്, ഞങ്ങളുടെ ഒരു അപ്പയുടെ വീടാണ്. ഇവിടെ എല്ലാം ഞങ്ങളുടെ ബന്ധുക്കളുടെ ഓൾമോസ്റ്റ് റിലേറ്റീവ്സിൻ്റെ വീടാണ്.
അപ്പം ഇനി ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ വഴുതി കിടക്കുന്നതുകൊണ്ട് തന്നെ തെന്നി വീഴുമെന്നൊരു പേടിയുണ്ട്. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് തെന്നി വീഴാറായി. അപ്പം ഞങ്ങൾ ഇനി പയ്യെ ഇറങ്ങി താഴെ ചെന്നിട്ട് വീഡിയോ എടുക്കാം. ഗൈസ് ദാ ഇവിടെ പൈനാപ്പിളൊക്കെ ഉണ്ട് കേട്ടോ. പൈനാപ്പിൾ കൃഷിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പൈനാപ്പിളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ താഴെ ഇറങ്ങി കാണിച്ചു തരാവേ. ഗൈസ് ദാ ഇത് കേട്ടോ പൈനാപ്പിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നിൽപ്പുണ്ട് കേട്ടോ പൈനാപ്പിൾ. നല്ല രസമുണ്ട്. ഇത് പഴുക്കാറൊക്കെ ആയിട്ടേ ഉള്ളു. അപ്പോൾ ഇതാ ഞങ്ങൾ താഴെ ഇറങ്ങി, എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങി. ഇവിടെ ഭയങ്കര തെങ്ങിലാണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് വീട് കാണിച്ചു തരാം. ഞങ്ങളുടെ വീട് കുഞ്ഞൊരു വീടാണ്, ചെറിയ വീടാണ് ഒന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി വീട് പണിയൊക്കെ ഉടനെ തുടങ്ങും. അത് ഈ ഞങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്തായിരിക്കും വീട് പണിയൊക്കെ തുടങ്ങുന്നത്. പക്ഷേ ഈ വീട് ഞങ്ങൾ ഒരിക്കലും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു വീടാണ്. പിന്നെ കുറേ തുണിയൊക്കെ ഇതാ ഇവിടെ ഇട്ടിട്ടുണ്ട് ഉണക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളിതാ വീട്ടിലോട്ട് പോകും. ഇവിടുന്ന് കാണാം, ഇതായിരിക്കും ഞങ്ങളുടെ വീട്. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. മഴയായതുകൊണ്ട് തന്നെ ചെറിയൊരു വട്ടം കാണുമ്പോഴേ തുണിയൊക്കെ ഇട്ടിട്ടേക്കും. അവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്, സിംബ എന്നൊരു പേര്. സിംബ അങ്ങ് ഭയങ്കര കുരയാണ്, ഞങ്ങളെ കാണുമ്പോഴേ ഭയങ്കര കുരയാണ്. അപ്പം ഇതാണ് വീടിൻ്റെ ഫ്രണ്ട്. ഞാൻ കാണിച്ചു, ഇതാണ് വീടിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.